പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ ക്ലൈമാക്സിലേക്ക് പോകുകയാണ് മീനൂസ് കിച്ചൺ. വിവാഹത്തിൽ നിന്ന് പിന്മാറുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ് ഇപ്പോൾ മീനു. ഇതിൻ്റെ ഭാഗമായി ഇനി പിന്തിരിഞ്ഞ് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. എന്തൊക്കെ സംഭവിച്ചാലും ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് വീട്ടിലുള്ളവർ. ഒടുവിൽ പാർവതി വിവാഹത്തിന് സമ്മതം നൽകിയതിനെ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് പോവുകയാണ്. ഈ കാര്യം അറിഞ്ഞത് ചിന്താമണിയെയും കൂട്ടരെയും ഒന്ന് ഞെട്ടിച്ചു കളയുന്നു. ഒരിക്കലും അവർ ഇങ്ങനെയൊരു വഴിത്തിരിവുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല. ഇതോടെ പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയാണ് അവർ. ഇതേ സമയം മീനുവിനെ ചെന്ന് കാണുന്ന വക്കീൽ, ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും സൂരജിനെ പുറത്തിറക്കും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, മനസ്സിലായോ? ധൈര്യമായിരിക്കും മീനു, കാര്യങ്ങൾ ശരിയാവുക തന്നെ ചെയ്യും. ഞാനാണ് കൂടെയുള്ളത്. ഞാൻ ഉറപ്പ് നൽകുന്നു അവനെ പുറത്തിറക്കാമെന്ന്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും കാര്യങ്ങൾ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഇതേ തുടർന്ന് സൂരജിനെ കോടതി വഴി പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് അവർ. ഈ കാര്യം അറിയുന്നത് ഇന്ദ്രജിക്കും കൂട്ടർക്കും തിരിച്ചടിയാകുന്നു. ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഒരുപക്ഷെ കോടതിയിലെത്തിയാൽ ജാമ്യം ലഭിക്കുമായിരിക്കും. പക്ഷേ അവൻ കോടതിയിൽ എത്തിയില്ലെങ്കിലോ? അതുകൊണ്ട് തന്നെ സൂരജിനെ നമ്മൾ കോടതിയിലെത്തിക്കില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇന്ദ്രജിയും കൂട്ടരും. ഇതേ സമയം കോടതിയിൽ എത്തുന്നത് വരെ സൂരജിന്റെ കൂടെ തന്നെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുന്ന വക്കീൽ ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് പ്ലാനിങ്ങുമായി പോവുകയാണ്. ഈ വാർത്ത ഇതേ തുടർന്ന് അറിയാനിടയാകുന്ന മീനുവാകട്ടെ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നിലേക്ക് പോകുന്നത്. ഒരുക്കങ്ങളെല്ലാം കൃത്യമായി മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു. പക്ഷേ സൂരജ് എത്തിയില്ല എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നത്തെപ്പറ്റി ആലോചിക്കുന്ന അവളാകെ ടെൻഷനിലായിരിക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല. ഇതേ സമയം വക്കീലാകട്ടെ സൂരജിന്റെ പിന്നാലെ പോകുമ്പോഴാണ് പോലീസുകാരുടെ നേരെ പുതിയൊരു ആക്രമണവുമായി ഗുണ്ടകൾ എത്തുന്നതും സൂരജിനെ തട്ടിക്കൊണ്ട് പോകുന്നതും. ഇത് മീനുവിന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.